എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പൊ നിങ്ങളുടെ നോ കോണ്ടാക്ട് ആയിട്ടോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആയിട്ടോ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് നോക്കാട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് നോക്കാട്ടോ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കാണണേ. ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ ഓർത്തിട്ട് കാണാം, നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് വരാനായിട്ട് കേട്ടോ. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്ത് അതിന്റെ പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ പരിഹാരങ്ങളും ചെയ്തു തരും കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ എൻ്റെ ഇത് വാട്സാപ്പ് നമ്പറാണ്, ഇതിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. തന്നില്ലെങ്കിലും റീഡിങ് എടുക്കും, തന്നാലും ഒന്നും കൂടി വിശദമായിട്ട് നോക്കും. എന്തെങ്കിലും അതിന് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതും ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന്റെ പേഴ്സണിന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്, അവര് വ്യൂസിന്റെ അടുത്ത് തിരിച്ചു വരുന്നു. എൻ്റെ വ്യൂസിന്റെ പേഴ്സൺ അവരുടെ തിരിച്ചു വരുന്നു. അപ്പൊ നമുക്കിവിടെ കാർഡുകൾ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് പറയുന്നത് കേട്ടോ. ഒരുപേരും എന്തായാലും ഇനി നല്ലൊരു ലൈഫിൽ നല്ലൊരു സക്സസിന്റെ ഒരു പുതിയ തുടക്കം വരണമെന്നാണ് പറയണത്. ഇനി പല വിധത്തിലുള്ള സോഴ്സിലൂടെയൊക്കെ പണം വരുന്നു,
ഒരു അബണ്ടന്റ് വരുന്നു എന്നാണ് പറയണത്. വീടും കാറും വസ്തുക്കളും അങ്ങനെ എല്ലാ സാധനങ്ങളും ലൈഫിലേക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് പറയണത്. ഇനി അഭിവൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാവാൻ പോകുന്നു പറയണത്. പുതിയ പുതിയ അവസരങ്ങളൊക്കെ വരിക, ജീവിതത്തിലെ സമൃദ്ധിയും സ്ഥിരതയും സുരക്ഷിതത്വം അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൈഫിൽ വരാനാണ് പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എല്ലാ മേഖലകളിലും ഇനി വിജയമാണ് പറയുന്നത്. ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം വരും. നിങ്ങളുടെ കഠിനാധ്വാനത്തിനെല്ലാം ഇനി ഫലം വരും, കിട്ടാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് പിന്നെ എന്താ, ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണോ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണോ എങ്കിൽ അവര് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരാൻ സാധ്യതയാണ് പറയണത്. വരുന്നു, നിങ്ങളിലേക്ക് തന്നെ വരണു എന്നാണ് പറയണത്. ഇനി നല്ലൊരു ബന്ധത്തിന്റെ നല്ലൊരു മനോഹരമായ തുടക്കാണ്. ഇപ്പൊ അവര് നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവര് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ഇരിക്കണു. വേർപിരിഞ്ഞ ബന്ധം ഒന്നിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. ഒരു അത്ഭുതം തന്നെ നിങ്ങൾക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം, പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. നിങ്ങളിലേക്ക് നല്ല സന്തോഷ വാർത്തയൊക്കെ കിട്ടാൻ പോകുന്നു. സന്തോഷകരമായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. മാരേജിന് സമയമായി എന്നാണ് പറയുന്നത്. ഒരു കൂടിച്ചേരലിന് സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പം കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും റീയൂണിയൻ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം, വിവാഹം, ഇപ്പം വിവാഹം വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനായിട്ടൊരു സാധ്യത, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാനായിട്ട് സാധ്യത. കോണ്ടാക്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ റീയൂണിയൻ വരണു എന്നാണ് പറയുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് നല്ലൊരു സന്തോഷകരമായ ജീവിതമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നതെന്നാണ് പറയണത്. ഇനി നിങ്ങളുടെ ജീവിതം എല്ലാ രീതിയിലും എല്ലാ ഇതിലും നല്ലതായിട്ട് വരാനാണ് പോകുന്നത്. അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് ഇനി ഉണ്ടാവും. ആവശ്യത്തിനുള്ള പണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് ഇനി ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു വാർത്ത വരണമെന്നാണ് പറഞ്ഞത്. ലൈഫിൽ സന്തോഷം, അപ്പൊ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവാൻ, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സക്സസും വിജയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തികളാണെന്നാണ് പറയണത്. നിങ്ങളുടെ വ്യക്തി ജോലിയിലൊക്കെ ഇനി പ്രൊമോഷൻ കിട്ടുക, യോഗ്യത കിട്ടുക, അംഗീകാരം കിട്ടുക, സാമ്പത്തികമായിട്ടെല്ലാം ഉയർച്ചകളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫില് ഒരു സുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നു എന്നാണ് പറയണത്. ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കും? നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരണം, അതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നു. ആത്മവിശ്വാസവും വിജയവും പരിശ്രമവും ഇതിനെല്ലാത്തിനും ഫലം കാണാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. ഇനി നിങ്ങളൊരു പുതിയൊരു പേഴ്സൺ ആവാനാണ് പോണത്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പൊ കോണ്ടാക്ട് ചെയ്തിരുന്നപ്പോ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടുണ്ടായിരിക്കും, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങൾ ഇനി ഒരു ന്യൂ പേഴ്സൺ ആവാൻ പോകണമെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല, ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാം, ഫ്രീഡം ആണ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്ന് പറയുന്നത്. ഒരുപാട് വലിയ പ്രശ്നങ്ങൾ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ശാന്തത, ഇനി വരുന്നത് നല്ലൊരു ലൈഫാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ശാന്തതയാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ലൈഫിൽ ഒരു വലിയൊരു പ്രോബ്ലം നടന്നതിന് ശേഷമുള്ള ശാന്തത. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോണ്ടാക്ട് ആയിട്ടിരുന്നപ്പോ ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ചിട്ടൊക്കെ ഇരുന്നുണ്ടാവും, ഒരുപാട് അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നിങ്ങള് ഇനി വളരെ ശാന്തതയായിട്ടുള്ള നല്ലൊരു ലൈഫിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഒരു സ്റ്റാറായി തിളങ്ങാനാണ് നിങ്ങൾ ഇനി പോണത്. പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു, പുതിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുന്നു. നിങ്ങൾ ഇനി ഒരു സ്റ്റാറായിട്ട് തിളങ്ങും. അതാണ് ഇനി നിങ്ങൾ പറയണത്. പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണെന്നാണ് പറയണത്. നിങ്ങള് സ്വന്തമായിട്ടൊക്കെ ഐഡിയാസ് വർക്കൗട്ട് ചെയ്യിക്കാനൊക്കെ ഉള്ള ഒരു കഴിവൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെന്താ, എല്ലാ കാര്യത്തിലും നല്ല കഴിവുള്ള വ്യക്തികളാണ്.
നിങ്ങളുടെ വ്യക്തി നിങ്ങളായാലും ശരി, ഇത് നിങ്ങൾ രണ്ടുപേരുടെ എനർജി ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കാം. ലക്ഷ്യബോധത്തിൽ എത്തിച്ചേരുന്ന ഉറച്ച വിശ്വാസമുള്ള ആൾക്കാരാണ് നിങ്ങള്. നല്ല ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ളില് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങള് ഈ പ്രയാസങ്ങള് കുറച്ചു പേർക്ക് തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോ കോണ്ടാക്ട് ആയിട്ട് ഇരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അതിൽ നിന്നൊക്കെ ഇനി തിരിച്ചു വരുവാൻ പോവാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെയാണ് ആ വ്യക്തി വരുന്നത്. തേർഡ് പാർട്ടിയുടെ അവിടെ നിന്നൊക്കെ അന്തസ്സായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ആ വ്യക്തി ഉറക്കമൊന്നുമില്ലാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളുടെ ആ വ്യക്തി. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ, ഇപ്പൊ നിങ്ങളെ ഇട്ടിട്ട് വേറെ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ആ വ്യക്തി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇപ്പൊ അവിടെ നിന്ന് കണക്കിന് കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് സങ്കടം, ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്. രാത്രിയിലൊന്നും ശരിക്കും ഉറക്കമില്ലാത്തൊരു അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. എണീറ്റിരുന്ന് കരയാ. അതെന്താ നിങ്ങളോടൊക്കെ ചെയ്ത തെറ്റിനൊക്കെ ഓർത്തിട്ട് പശ്ചാത്താപം ഉണ്ടാവുക. കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഭയം, കുറ്റബോധം, സംശയം, വലിയ ആശങ്കകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളുടെ ആ വ്യക്തി ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പൊ അതെല്ലാം അവിടെ നിന്ന് ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനാണ് ഇനി പോകുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വന്നാലേ അവർക്ക് സമാധാനം, സന്തോഷം കിട്ടുള്ളൂ. നിങ്ങളിലേക്ക് വരുന്നു, അത് തന്നെയാണ് പറയണത്. ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പൊ. ബുദ്ധിമുട്ടും ഉള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഇപ്പൊ നിങ്ങളുടെ ബന്ധം അത്ര ഇതില് ഇനി നിങ്ങളിലേക്ക് ആ വ്യക്തി വരുമ്പോൾ നിങ്ങളുടെ ബന്ധം വളരെ നല്ല രീതിയിലാവുമെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറോ ഒരു പ്രീസ്റ്റോ ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നെന്താ, ഒരു അബണ്ടന്റ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പോകുന്നു. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഇനി പൈസയൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ചൊക്കെ ബാങ്കിലൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സമയമാണെന്നാണ് പറയണത്. നല്ല ഉപദേശമൊക്കെ നൽകാൻ, മറ്റുള്ളവർക്ക് നല്ല ഉപദേശമൊക്കെ നൽകാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തി. ഒരു എന്താ പറയാ, നല്ല അറിവും നല്ല ബുദ്ധിയൊക്കെ ഉള്ളൊരു വ്യക്തികളാണ്. എല്ലാത്തിന്റെയും കീ അവരുടെ കയ്യിൽ. ഇപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാ കാര്യങ്ങളും ആൾക്ക് നല്ല അറിവുള്ള ആളാണ് നിങ്ങളുടെ ആ വ്യക്തി. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം ആലോചിച്ചതിനൊക്കെ ചിന്തിച്ചതിനൊക്കെ ശേഷമാണ് ഒരു തീരുമാനം എടുക്കുള്ളൂ. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, അതാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ പോയി വേറൊരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയി അവിടെ ഇപ്പൊ തനിച്ചിരിക്കാനാണ്, ഒരു ഏകാന്തതയാണ് ഇപ്പൊ അവർ അനുഭവിക്കുന്നത്. തനിച്ചിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പോലെ ഒരു ഏകാന്തത, ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, സൊസൈറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക, സ്വയം ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ. ദൈവികമായ വഴിയിലേക്കൊക്കെ തിരിയുക, മെഡിറ്റേഷൻ ചെയ്യുക, സ്വന്തമായി ഹീൽ ചെയ്യുക, അങ്ങനെ വളരെ വിഷമിച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അവര്. ഇപ്പൊ പോയ സ്ഥലത്ത് നിങ്ങളെ ഇട്ടിട്ട്, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ വ്യക്തി വേറൊരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയി. അവിടെ പോയിട്ട് എന്താണ്, അവിടെ ഭയങ്കര പ്രയാസങ്ങളാണ്. അവർക്ക് എന്തായാലും അവിടെ നിന്ന് എന്തായാലും ഒരു നഷ്ടം, അതെന്തായാലും അവിടെ നിന്ന് ഇട്ടിട്ട് പോരും. അപ്പൊ അവര് ബലം പ്രയോഗിച്ചിട്ട് നിങ്ങളുടെ ആ തേർഡ് പാർട്ടി നിങ്ങളുടെ ആളെ പിടിച്ചിരുത്താൻ നോക്കിയാൽ അവർക്ക് എന്തായാലും അത് ശാശ്വതമല്ല, എന്തായാലും കിട്ടൂല. അവർക്കത് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങളുടെ ആ വ്യക്തിക്ക്. ആ തേർഡ് പാർട്ടിയെ അവിടുന്ന് വിട്ടു പോരാനാണ്. അവർക്ക് നഷ്ടമാണ് ഇനി വരാൻ പോണത്.
എന്തെങ്കിലും അപമാനിക്കപ്പെടാനായിട്ട് ഒരു സാധ്യത, സ്വന്തം അഭിമാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയണത്. ഒരുപാട് പോരാട്ടങ്ങളാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുക, ഒരുപാട് പിരിമുറുക്കം, ഒരുപാട് തർക്കങ്ങളുണ്ട് അവിടെ. ഇപ്പൊ എന്തെങ്കിലും വളരെ ഹാപ്പി അല്ല, അവിടെ വളരെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഒരുപാട് തർക്കങ്ങളും ഒക്കെയാണ് ഇപ്പൊ അവിടെ. നിങ്ങളെ ഇട്ടിട്ട് പോയ ആ വ്യക്തി, ആ തേർഡ് പാർട്ടിയുടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തർക്കങ്ങളാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ ഒരു ശത്രുതയുണ്ട് അവർക്ക്. ഒരു ചീറ്റിങ്, അവർക്ക് എന്തായാലും അവിടെ നിന്ന് നല്ലൊരു ചീറ്റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ചതി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ തേർഡ് പാർട്ടിയുടെ നല്ലൊരു ചതി കിട്ടിയിട്ടുണ്ട്. അവര് കാരണം കൊണ്ട് നിങ്ങളെ ഇട്ടിട്ട് പോയി, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് പോയി. ഇപ്പൊ അവിടെ നിന്ന് ആ വ്യക്തിയുടെ ആ തേർഡ് പാർട്ടിയുടെ നല്ലൊരു ചതി കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇട്ടിട്ട് പോരും. അതാണ്, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങളിലേക്ക് വന്നാലേ ആ വ്യക്തിക്ക് ഒരു സമാധാനം, സന്തോഷം കിട്ടുകയുള്ളൂ. നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരണേ എന്നാണ് പറഞ്ഞത്. തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരുപാട് നിരാശയും, നിങ്ങളെ ഇട്ടിട്ട് പോയപ്പോ ഒരുപാട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയില്ലേ, അപ്പൊ ഒരുപാട് നിരാശയാണ്. ഇത് അവിടെ നിന്ന് ഇട്ടിട്ട് പോരുമ്പോ അവർക്കെല്ലാം സന്തോഷം കിട്ടില്ല. ഇനി ലൈഫില് നല്ലത് ഇനി വരും. റിലേഷൻഷിപ്പിൽ ഇപ്പോ നിങ്ങളെ ഇട്ടിട്ട് പോയി, ആ തേർഡ് പാർട്ടിക്കാരനോട് നിങ്ങൾ ഇട്ടിട്ട് പോയി, ഇനി അവിടെ നിന്ന് തിരിച്ചു വരാനാണ് പോകുന്നത് കേട്ടോ. അപ്പൊ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് എല്ലാ സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങളിലേക്ക് വരുമ്പോ, ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നാലേ എല്ലാ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് മാരേജ് സമയമായി, റൊമാൻസ്, നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളൊക്കെ. ആശയങ്ങളും അവസരങ്ങളൊക്കെ ഓഫറുകളൊക്കെ കൊണ്ടുവരുന്ന വ്യക്തിയാണ് നിങ്ങളിലേക്ക് ഇനി വരുന്നത്. നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്, നല്ല ബുദ്ധിമാനാണ്, ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ തേർഡ് പാർട്ടിയുടെ കൂടി നിങ്ങളെ ഒരുപാട് വേദനിച്ചു, അതിനൊക്കെ അവിടുന്ന് കണക്കിന് കിട്ടി. ഇനി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് നിർത്താണ്. അപ്പൊ എന്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ വരുന്നവരേക്ക് നന്ദി, നമസ്കാരം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ദയവായിട്ട്.